ഒരുപാട് പേര് എന്നെ വിളിച്ച് ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ എപ്പോഴും ദുബായി തന്നെയാണ്. ഒരുപാട് നല്ല ആൾക്കാരെ വിളിച്ച് ഞാൻ ഓക്കെയാണോ ചോദിച്ചു. ഞാൻ ഓക്കെയാണ്. ഞാനിങ്ങനെ ചിന്തിച്ച് ഈ പ്രശ്നം വരാൻ മൂലകാരണം എന്താണെന്ന് ഇപ്പോഴേ പുതിയതായിട്ട് വന്ന പ്രശ്നം. അപ്പോഴാണ് ഞാൻ പോസ്റ്റ് കണ്ടത്. നിരവധി പെണ്ണുങ്ങളെയും ആണുങ്ങളെയും താങ്ങുന്ന ഒരു സ്ത്രീ, പ്രത്യേകിച്ച് എന്നെ കരവാക്കിക്കൊണ്ട് എന്നെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീ, അവരുടെ പോസ്റ്റാണ് കണ്ടത്. നിങ്ങൾ പലരും കണ്ടു കാണും. അത് കണ്ടപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി. മാനിപ്പുലേറ്റിങ്ങും അതുപോലെ ഒന്നും പറയാനില്ല. ഇതിൽ കൂടുതൽ ഇനി എന്താ പറയാനുള്ളേ? നീ ആ പാപത്തിന്റെ സഹതാപവും പറ്റി ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് എന്തൊക്കെ കാട്ടിക്കുട്ടിയെന്ന് ഈ ലോകത്തിന് മുഴുവനും അറിയാം. അതുകൊണ്ട് നിന്റെ മുതലക്കണ്ണീരൊന്നും ഇവിടെ വില പോകത്തില്ല. എന്തായാലും ഈ വീഡിയോ കൂടെ കണ്ടു നോക്ക്. നിനക്കൊക്കെ തുണി ഉരിഞ്ഞാലേ പൈസ കിട്ടുള്ളെങ്കിൽ നീക്ക് അങ്ങനെ ജീവിച്ചോന്നേ ആര് തർക്കിക്കുന്നു? പക്ഷെ പബ്ലിക്കില് നീ കുണിച്ചാട്ടന്റെ മറ്റതാണെന്ന് നീ പറയണ്ടെന്ന് ആ കുട്ടി പറയാതെ പറഞ്ഞിട്ടുണ്ട് നിന്റെ അടുത്ത്. നിങ്ങൾ ചെയ്ത ഓരോ അന്യായങ്ങളും ആ കുട്ടി എടുത്തു പറഞ്ഞത് ഷെഫീനെ അല്ലേ? ഷെഫീനക്ക് എന്നേ അറിയാം. പറയിപ്പിക്കണമെങ്കിൽ എന്നേ ഇത് പറയിപ്പിക്കാം. അവൻ പറയണോന്നാണ് ഞാൻ വിചാരിച്ചത്, അല്ലാതെ ഞാൻ പറയിപ്പിക്കേണ്ട കാര്യം. ഇടി ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് ബിഷപ്പിനെ കൊണ്ട് പറയിക്കാം. ഞാൻ പറയിച്ചോ? എനിക്ക് താല്പര്യമില്ല. എനിക്ക് വേണ്ട വിഷയങ്ങളെ എടുക്കുള്ളൂ. ഗോസിപ്പല്ല എന്റെ പരിപാടി. ഇതിന് സൊല്യൂഷനാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. ഇപ്പോഴും ഞാൻ പറയണം, ഇനി നിന്റെ കയ്യിൽ എന്താന്ന് ഞാൻ പറഞ്ഞില്ല. ഇവളെ എന്തിനാണ് ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്? പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ട് 7 ദിവസത്തെ വിസ ഓക്കെ, 14 ദിവസത്തെ വിസ എടുത്ത് ഇവളെ അവിടെ കൊണ്ടുവന്ന് നിർത്തി ആടിപ്പാട്ടി കുഴഞ്ഞടിപ്പിച്ച് അതിനകത്ത് ഇത് നടത്തിക്കുന്നവർക്ക് എന്താണ് ഇന്റൻഷൻ, എന്താണ് ഉദ്ദേശം? പോകുമ്പോ ഇത്രയും പെട്ടി കെട്ടി ചുമന്നുകൊണ്ട് പോകണം എന്തിനാണ്? വരുമ്പോ ഇത്രയും ലഗേജ് എവിടുന്നാണ്? ഇവൾ എന്തിന്റെ കാരിയറാണ്? ഇത് അന്വേഷിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇവൾക്ക് വേണ്ടി വീഡിയോ ഇട്ട മലം ടിവിയാണ് എന്റെ ഏറ്റവും വലിയ സംശയത്തിന്റെ നിലയിലിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, മലം ടിവി ജനറേറ്റ് ചെയ്യണത് ദുബായിൽ നിന്നാണ്. അബുദാബി ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനത്തിനെ പറ്റി ഞാൻ മുമ്പ് റിവീൽ ചെയ്തിട്ടുണ്ട്. ഓർമ്മയുണ്ടോന്ന് അറിയില്ല നിങ്ങൾക്ക്. അതിനെ അവിടുന്ന് എന്തോ കടത്താൻ വേണ്ടിയിട്ട് മാത്രം മീഡിയേറ്റർ ആയിട്ട് ഈ നാറിയ ഉപയോഗിക്കുന്നതാണ്. അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്തോ സംതിങ് വെരി ഫിഷി. അത് കണ്ടെത്തി ഇവള് വരുമ്പോ ഇവളുടെ പെട്ടി, ഇവൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ നന്നായി സെർച്ച് ചെയ്തിട്ട് വേണം പുറത്തേക്ക് ഇറക്കാൻ. എന്താണെന്നുള്ളത് കണ്ടെത്തുക തന്നെ. എന്താണ് അവൾ ക്യാരി ചെയ്യണേന്ന് അവക്കെ അറിയുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം എന്തിനാണ്? ഈ കുട്ടിക്ക് അത് സഹിക്കാൻ പറ്റാത്ത ലെവലിലേക്ക് അത് ഡൗൺ ആയി, അത് വയ്യാണ്ടായതുകൊണ്ട് അതിനെ പോയി ഒന്ന് ചേർത്ത് പിടിച്ചു വന്നതിനപ്പുറം നീ അവന്റെ അമ്മ അല്ല. അതൊരു വലിയ സത്യം. നീ അവന്റെ അമ്മയായിരുന്നെങ്കിൽ ഞാൻ തുണി അഴിച്ച് കാണിച്ചാൽ എന്റെ കുഞ്ഞു കുട്ടികളുടെ മുമ്പിൽ, കൂട്ടുകാരുടെ മുമ്പിൽ അപമാനിതനാകൂന്നുള്ള ബോധം നിനക്കുണ്ടാവൂടി.